ഏവർക്കും സാഹിതിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് എൻ്റെ എഴുത്ത് വഴികൾ എന്ന പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ഉള്ളത് മലയാളത്തിൻ്റെ, പ്രത്യേകിച്ച് ആലപ്പുഴക്കാരെ ഏറെ ഇഷ്ടപ്പെടുന്ന ആലപ്പുഴയുടെ ഒരു ഗുരുനാഥൻ, ലോക നാടകവേദിയെക്കുറിച്ച് ഗഹനമായി പഠിക്കുകയും നിരവധി ഗ്രന്ഥങ്ങൾ, വെറുതെ പുസ്തകങ്ങളെന്ന് പറഞ്ഞു പോയാൽ പോരാ, നിരവധി ഗ്രന്ഥങ്ങൾ എഴുതുകയും അതിലൂടെ നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത, ഡോക്ടറേറ്റ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഒരു മഹത് വ്യക്തി, ഒരു ഗുരുനാഥൻ, മലയാള നാടകവേദിയിലെ എല്ലാവരും തന്നെ ഏറെ ആരാധിക്കുന്ന, ഏറെ ബഹുമാനിക്കുന്ന, ഏറെ സ്നേഹിക്കുന്ന ഒരു വലിയ മനുഷ്യൻ. 26ഓളം പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു. നിരവധി പുരസ്കാരങ്ങൾ, ഏതാണ്ട് 100-ൽ പരം പുരസ്കാരങ്ങൾ അദ്ദേഹം നേടുകയുണ്ടായി. ചലച്ചിത്ര മേഖലയിലെ നിരവധി ഗ്രന്ഥങ്ങൾ, ചലച്ചിത്ര മേഖലയെപ്പറ്റി സമഗ്രമായി പഠിക്കുന്നതിന് വേണ്ടി സംവിധാനകല, തിരക്കഥ രചന, അങ്ങനെ ഓരോ മേഖലയെയും കുറിച്ച് പ്രത്യേകം പുസ്തകങ്ങൾ എഴുതി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പലതും വിദ്യാർത്ഥികൾ റിസർച്ചിനായി തിരഞ്ഞെടുക്കുന്നു. അത്രയും മഹത്തായ ഒരു വ്യക്തി അദ്ദേഹമാണിന്ന് സാഹിതിയിൽ എൻ്റെ എഴുത്ത് വഴികൾ എന്ന പ്രോഗ്രാമിലൂടെ നമ്മളോടൊപ്പം വരുന്നത്. മലയാളത്തിൻ്റെ ഏറെ പ്രിയങ്കരനായ ശ്രീ ആര്യാട് ഭാർഗവൻ, ശ്രീ ഭാർഗവൻ സാറാണെന്ന് നമ്മോടൊപ്പം എൻ്റെ എഴുത്ത് വഴികൾ എന്ന പ്രോഗ്രാമിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ, അദ്ദേഹം എഴുത്തിലേക്ക് വന്ന വഴികൾ, എഴുത്തിലൂടെ അദ്ദേഹം നേടിയ പുരസ്കാരങ്ങൾ, എഴുത്തിൽ അദ്ദേഹത്തിൻ്റെ രീതികൾ ഒക്കെ നമുക്ക് കേൾക്കാം. നമസ്കാരം. സാഹിതി ചാനലിന് വേണ്ടിയുള്ള ഈ ഇൻ്റർവ്യൂവിനെ എന്നോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ അനിൽ ആലപ്പുഴയോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ ഒരു ചെറിയ ജീവിതചരിത്രത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴെനിക്ക് ഏതാണ്ട് 71 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവിതകഥ, ചെറുപ്പം തൊട്ടുള്ള ജീവിതകഥ പറഞ്ഞാൽ ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് അത് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒന്നാണ് എന്നെനിക്കറിയാം. കാര്യം, എൻ്റെ അമ്മയുടെ വീട് മുഹമ്മയിലാണ്. ഏതാണ്ട് 15 കിലോമീറ്ററോളം ഇവിടുന്നുണ്ട്. അവിടെ CMS സ്കൂളിലും ആര്യക്കര സ്കൂളിലുമായിട്ടാണ് എൻ്റെ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം. 4ാം ക്ലാസ്സിൽ ഞാൻ ചേർന്ന് ഏതാണ്ട് പകുതിയായ ഘട്ടത്തിൽ എൻ്റെ അച്ഛൻ അമ്മയെ ആര്യാട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ സാഹചര്യത്തിൽ പിന്നീട് 6 മാസം ഇവിടുന്ന് പോയി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ അമ്മയും അച്ഛനും പറഞ്ഞു, എന്തായാലും ഇനി അടുത്ത വർഷം ആര്യാട് സ്കൂളിൽ ചേർത്ത് പഠിക്കാം. പക്ഷെ എനിക്ക് ആ പഠിത്തത്തോടുള്ള ആ ഒരു താല്പര്യവും ഈ ഉച്ചഭക്ഷണം കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ കൊണ്ട് ഇവിടുന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ അകലെയുള്ള മുഹമ്മ CMS സ്കൂളിലും തുടർന്ന് ആര്യക്കര സ്കൂളിലുമായി ആണ് 6 മാസം ഞാൻ ഓടി പഠിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. അത് എനിക്ക് രാവിലെ ഒരു കണക്കുണ്ട്. രാവിലെ ഉപ്പുമാവ് എന്നുള്ള ഒരു ചെറിയ പാത്രം, മൂട് കീറിയ ഒരു നിക്കറ്, മുഷിഞ്ഞു നാറിയ ഒരു ഉടുപ്പ് ഒക്കെ ഇട്ടുകൊണ്ടാണ് യാത്ര. ഒരു വർഷത്തേക്കുള്ള ആകെ നമുക്ക് അച്ഛൻ മേടിച്ചു തരുന്നത് ഒരു ഷർട്ട്, ഒരു നിക്കറുമാണ്. ഇത് ഒരു വർഷം, ഒരു പൊട്ടിയ സ്ലൈറ്റ് ഇതും എടുത്ത് രാവിലെ ഒരു 8 മണിക്ക് ഒരു അലൂമിനിയം പാത്രമൊക്കെ എടുത്തിട്ട് ഓരോ സ്പോട്ടുണ്ട്. ഇവിടുന്ന് നേരെ ഗുരുപുരം കോമളപുരം മണ്ണഞ്ചേരി മുഹമ്മ ആര്യക്കര. ആ സ്പോട്ടിൽ ചെന്ന് നിൽക്കുള്ളൂ, വണ്ടി അവിടെ ചെന്ന് നിൽക്കുള്ളൂ. അന്ന് ഇന്നത്തെ പോലെ വണ്ടി സർവീസ് ഒന്നും ഇല്ല, 60 കാലഘട്ടമാണ്. അതിനുശേഷം 5ാം ക്ലാസ് ആയതോടുകൂടി ആര്യക്കരയിൽ നിന്നും അച്ഛൻ വന്ന് ആര്യാട് സ്കൂളിലേക്ക് തന്നെ മാറ്റി പാർപ്പിക്കുകയാണ് ചെയ്തത്. 5 തൊട്ട് 5, 6 പ്രത്യേകിച്ച് ഓർക്കാൻ ഉള്ള ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ. പക്ഷെ 7ാം ക്ലാസ് തൊട്ടാണ്
എൻ്റെ ജീവിതത്തിൽ സമഗ്രമായ ഒരു മാറ്റം ഉണ്ടായതെന്ന് തീർത്തും പറയാൻ പറ്റും. എന്നെ മലയാളം 7ാം ക്ലാസ്സിൽ മലയാളം പഠിപ്പിച്ചത് ഭാസ്കരൻ പിള്ള സാർ എന്ന് പറഞ്ഞു, മങ്കൊമ്പുകാരനായ ഭാസ്കരൻ പിള്ള സാറാണ്. സാറ് മലയാളമാണ് പഠിപ്പിച്ചിരുന്നെങ്കിലും ഹിന്ദിയിലും തമിഴിലും സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും ഒക്കെ അഗാധ പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഇപ്പൊ കർണന്റെ ഒരു പാഠഭാഗം ഉണ്ടെങ്കിൽ അദ്ദേഹം ആ പാഠഭാഗമൊന്നും പഠിപ്പിക്കാറില്ല. മഹാഭാരതം മൊത്തം പഠിപ്പിച്ച് മഹാഭാരതത്തിന്റെ ഏത് ചോദ്യം പെട്ടാലും ഉത്തരം എഴുതാവുന്ന വിധം അദ്ദേഹം ഞങ്ങൾക്ക് ഏതാണ്ട് സാറിന്റെ കഥാപ്രസംഗം പോലെ കഥയും പാട്ടും ഒക്കെ ചേർത്ത് ആ മഹാഭാരതം മുഴുവൻ അരച്ച് കലക്കി നമ്മുടെ ഹൃദയത്തിലേക്ക് ഒപ്പിച്ചു തരും. അങ്ങനെയുള്ള ഭാസ്കരൻ പിള്ള സാറിനാണ് എനിക്ക് ആദ്യമായി എൻ്റെ ജീവിത പഥത്തിൽ ഓർക്കാനുള്ളത്. സാറിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നത്, സാറിന്റെ കുട്ടികളെല്ലാം നല്ല വായനക്കാരായി തീരണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിക്കാരനായിരുന്നു സാർ. എല്ലാവരോടുമായി സാർ പറയും, മക്കളെ നിങ്ങൾ അടുത്തുള്ള വായനശാലയിൽ നിന്നും ബാലസാഹിത്യം എടുത്ത് വായിച്ചാൽ മാത്രം പോരാ, അത് നിങ്ങളുടെ ഒരു നോട്ട് ബുക്കിലോ പേപ്പറിലോ എഴുതി എന്തൊക്കെയാണ് അതിൽ നിന്ന് കിട്ടിയ ആശയം, പുതിയ വാക്കുകൾ, പുതിയ വാക്യങ്ങൾ, ആശയധാര, ഇതൊക്കെ എഴുതി എന്നെ കൊണ്ട് നിർബന്ധമായും കാണിക്കണം. അത് ഞങ്ങൾക്ക് കിട്ടിയ, എനിക്ക് മാത്രമല്ല ആ 7ാം ക്ലാസ്സിൽ പഠിച്ച ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. അന്ന് ഏതാണ്ട് 50 പൈസ കൊടുത്താൽ ഐക്യഭാരത വായനശാലയിൽ മെമ്പറാകാം. പക്ഷെ അന്നത്തെ കാലത്ത് 50 പൈസ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു 500 രൂപയുടെ വിലയുള്ളതാണ്. അണ്ടിയൊക്കെ പെറുക്കി 50 പൈസ സംഘടിപ്പിച്ച് ഐക്യഭാരത വായനശാലയിൽ ചെന്ന് മെമ്പർഷിപ്പിനായി കാത്തിരിക്കുമ്പോൾ അവിടെ വായനയുടെ ലോകത്ത് ഗജ തുല്യനായ NS ജോർജ് ചേട്ടൻ അവിടെ ഇരിക്കുന്നു ലൈബ്രറിന്. എന്താണ് വന്നത്? നിങ്ങൾക്ക് മെമ്പർഷിപ്പ് വേണം. നല്ല കാര്യം, മെമ്പർഷിപ്പ് തന്നു. ബാലസാഹിത്യത്തെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അദ്ദേഹം എടുത്തു തന്ന ബാലസാഹിത്യം വായിച്ച് 7, 8, 9, 10 പിന്നങ്ങോട്ട് വായനയുടെ ഒരു ലോകത്തേക്ക് കടക്കുവാനുള്ള ആദ്യ വഴി തെളിച്ചു തന്ന 2 മഹാരഥന്മാരെയാണ് ഞാൻ ഇപ്പോൾ അനുസ്മരിക്കുന്നത്. ഭാസ്കരൻ പിള്ള സാറും എനിക്ക് ബാലസാഹിത്യം തൊട്ട് ബൈബിളും ഖുറാനും ഇലിയഡും ഒഡീസിയും ഒക്കെ എടുത്തു തന്ന് എന്നെ വായിപ്പിച്ച് അതിൻ്റെ അർത്ഥതലങ്ങൾ ഒക്കെ മനസ്സിലാക്കി തന്ന NS ജോർജ് എന്ന് പറഞ്ഞ ജോർജ് ചേട്ടൻ എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ ബോട്ട് മാസ്റ്ററിന്റെ ലൈസൻസ് എടുക്കുന്നു. അതിനുള്ള ചില സാധ്യതകൾ പത്രപ്രവർത്തകനായ ഷൗക്കത്ത് സാറുമായിട്ട് പരിചയപ്പെടാൻ കാരണം അന്ന് ചെറിയ ബാലസാഹിത്യ കവിതകളും കഥകളും ഒക്കെ എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായി എനിക്ക് മനസ്സിലാക്കിയത് കൊണ്ടും അദ്ദേഹവുമായി ചേർന്ന് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് നാള് അവിടെയുള്ള പാഴ്സൽ ഓഫീസിൽ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടി. ആ സമയത്താണ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ ബോട്ട് മാസ്റ്റർ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടുമെന്നുള്ള ഒരു അറിവ് വെച്ച് 1 വർഷത്തെ കഠിനമായ തപസ്സിലൂടെ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ ബോട്ട് മാസ്റ്റർ ലൈസൻസ് എടുക്കുകയും ആ ലൈസൻസിന്റെ പ്രായത്തിൽ PSC പരീക്ഷ എഴുതി ബോട്ട് മാസ്റ്റർ ആകുകയും ഒക്കെ ചെയ്ത് വളരെ സന്തോഷം. 73, 74 കാലഘട്ടത്തിൽ സർക്കാർ സർവീസിൽ കയറുകയാണ്. പക്ഷെ സർക്കാർ സർവീസിൽ കയറിയപ്പോഴും എനിക്കുള്ള ഒരു കാഴ്ചപ്പാടും ലക്ഷ്യവും സാഹിത്യ ലോകത്ത് കുറെ വായിക്കുക, അറിയുക, ഇങ്ങനെയൊക്കെയായിരുന്നു. അതിന്റെ ഫലമായിട്ട് ഐക്യഭാരത വായനശാലയിൽ നിന്ന് കിട്ടിയ ഒരുപാട് പുസ്തകങ്ങൾ എഴുതി അതിൽ നിന്ന് കിട്ടിയ അറിവുകൾ എഴുതി കൂട്ടി വെക്കുക. ഈ സമയത്ത് കേരള സംഗീതനാട് അക്കാദമിയുടെ ഒരു പ്രസിദ്ധീകരണം, കേളി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ഐക്യഭാരത വായനശാല വരുത്തുമായിരുന്നു. അതിനകത്ത് ഒരു ചെറിയ കുറിപ്പ്, കലാകാരന്മാർക്ക് കേരള സംഗീതനാട് അക്കാദമി സഹായം ചെയ്യുന്നു. ഞാനൊരു അന്ന് 10 പൈസയുടെ ഒരു കാർഡ് വാങ്ങിയിട്ട് അന്നത്തെ സെക്രട്ടറി, കേരള സംഗീതനാട് അക്കാദമി തൃശ്ശൂർ 20 എന്ന അഡ്രസ്സിൽ, സാർ കേളി എന്ന മാസികയിൽ ഇന്നൊരു വാർത്ത കണ്ട്, എന്തെങ്കിലും ഞങ്ങൾ ഐക്യഭാരത വായനശാലയിൽ യുവശബ്ദം എന്ന പേരിൽ ഒരു കയ്യെഴുത്ത് മാസിക നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിനെന്തെങ്കിലും സഹായം കിട്ടുമെങ്കിൽ ചെയ്തു തരണം. അദ്ദേഹം ഉടൻ തന്നെ മറുപടി തന്നു. പ്രിയപ്പെട്ട ശ്രീ ആര്യാട് ഭാർഗവൻ, അന്ന് ആര്യാട് ഭാർഗവൻ ആയിട്ടില്ല, CSB ആര്യാട് എന്ന പേരിലാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. CS ഭാർഗവൻ ആര്യാട്. അദ്ദേഹം എഴുതിയത്, പ്രിയപ്പെട്ട ശ്രീ CSB ആര്യാട്, ഞങ്ങൾ കേരള സംഗീതനാട് അക്കാദമി സഹായം ചെയ്യുന്നത് കലാകാരന്മാർക്കാണ്, അല്ലാതെ യുവശബ്ദം പോലുള്ള കയ്യെഴുത്ത് മാസികയ്ക്ക്
ഒന്നും സഹായം ചെയ്യാൻ നിവർത്തിയില്ല എന്നൊരു മറുപടി അദ്ദേഹം. ഈ കത്ത് കിട്ടുകയും പിറ്റേ ദിവസം തൃശ്ശൂരേക്ക് ഞാൻ വണ്ടി കയറിയാണ്. അതിനുള്ള പൈസ എങ്ങനെ സംഘടിപ്പിച്ചെന്ന് ഇപ്പോഴും അത്ഭുതമാണ്. അവിടെ ചെന്ന് കേരള സംഗീത അക്കാദമി ആ ഫ്രണ്ടിലുള്ള മുറിയിൽ അദ്ദേഹം ഒരാളിരിക്കുന്നു, എനിക്ക് പരിചയമില്ല, താടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ചെന്ന് ഈ കത്ത് കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രീ ആര്യാട്, CSP ആര്യാട്, ഞാൻ എഴുതിയിരുന്നല്ലോ, ഇതിനൊന്നും സഹായം ചെയ്യാൻ സാധ്യമല്ല. അല്ല സാർ, എനിക്ക് നാടകത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കണമെന്നുണ്ട്. സ്കൂൾ നാടകങ്ങളിലൊക്കെ അവതരിപ്പിച്ച് പ്രൈസ് കിട്ടിയിട്ടുള്ള ആളാണ്. ഓ ശരി, എങ്കിലൊരു കാര്യം ചെയ്യൂ, സ്കൂൾ ഓഫ് ഡ്രാമയും കേരള സംഗീത അക്കാദമിയായി ബന്ധപ്പെട്ട് ഒരുപാട് കളരികൾ ഇവിടെ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ തന്നെ അടുത്ത ആഴ്ച 10 ദിവസം കളരി ഇവിടെ തുടങ്ങിയാണ്. സ്കൂൾ ഓഫ് ഡ്രാമയും സംഗീത അക്കാദമിയും ചേർന്ന് ഇവിടെ ഒരു വലിയ ഹാളിൽ ചെയ്യുകയാണ്. അതിൽ ആലപ്പുഴ പ്രതിനിധിയായിട്ട് താങ്കൾക്ക് ഒരു അവസരം തരികയാണ്. 10 ദിവസം ഇവിടെ താമസിക്കാം. താമസ സൗകര്യം, ഭക്ഷണം, TADA എല്ലാം ഉണ്ട്. അത് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി. അങ്ങനെയാണ് ആദ്യം G. ശങ്കരപ്പിള്ള സാറിനെ പരിചയപ്പെടുന്നത്. സാറിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് ലോക നാടകവേദിയെക്കുറിച്ച്. ഇപ്പൊ സാധാരണ നിലയെ മലയാള നാടകത്തിലെ കുറച്ച് നാടകങ്ങളെ കുറിച്ച് മാത്രമാണ് എനിക്കന്ന് അറിവുണ്ടായിരുന്നത്. അദ്ദേഹത്തിൽ നിന്നാണ് ഭാരതത്തിലെ പ്രഥമ നാടകൃത്തായ മഹാകവി ഭാസനെ കുറിച്ചും ശക്തിപുത്രനെ കുറിച്ചും കാളിദാസിനെ കുറിച്ചും ഗ്രീക്ക് നാടകകാരന്മാരായ ഇസ്കിലീസ്, സോഫോക്ലീസ്, യൂറിപ്പിഡിസ്, അരിസ്റ്റോഫിനിസ്, മിനാൻഡർ, അതുപോലെ തന്നെ റഷ്യൻ നാടകകാരന്മാര്, പാശ്ചാത്യ നാടകകാരന്മാര് ഒക്കെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാനുള്ള ഒരു വലിയ ലിസ്റ്റ്, പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് അദ്ദേഹത്തിൽ നിന്നാണ് കിട്ടിയത്. സംഗീത നാടക അക്കാദമിയുടെ ലൈബ്രറിയിൽ നിന്നും സ്കൂൾ ഓഫ് ഡ്രാമയുടെ ലൈബ്രറിയിൽ നിന്നും ഒക്കെ ആ പുസ്തകങ്ങൾ നിരന്തരം എടുത്ത് നമ്മൾ വായിച്ച്, കളരികൾ സംഘടിപ്പിക്കുമ്പോൾ അതിലൊക്കെ നിരന്തരമായി ആലപ്പുഴ ജില്ലാ പ്രതിനിധിയായി എനിക്കൊരു അവസരം അങ്ങനെ കിട്ടിയത് കൊണ്ട് ഒരു 4-5 വർഷക്കാലം ആ കളരികളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് എനിക്ക് അവസരം കിട്ടി. ആ കളരിയിൽ വെച്ചാണ് എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുദാസനായ കാവാലം നാരായണപ്പണിക്കർ സാറിനെ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടാകും. അത് മഹത്തായ ഒരു വഴിത്തിരിവായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. കാവാലം സാറിൻ്റെ ശിക്ഷണം, കാര്യം അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഡ്രാമ ഡയറക്ടറായിരുന്ന ഡോക്ടർ വയലാവാസമുള്ള സാറ്, അതുപോലെ തന്നെ രാമാനുജൻ സാറ്, വൈക്കം ചന്ദ്രശേഖരൻ നായർ സാറ്, അങ്ങനെ ഒരുപിടി പ്രമുഖ നാടകകാരന്മാരുടെ കീഴിൽ വർഷങ്ങളോളം ശിക്ഷണം നേടുവാനുള്ള ഒരവസരം കിട്ടി. അതിൽ നിന്ന് കിട്ടിയ അറിവുകളൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഞാൻ അതെല്ലാം വായിച്ച് എല്ലാം കൂട്ടിയ അറിവ് എഴുതി വെക്കുക ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ സാറുമായി പരിചയപ്പെട്ട്, കാവാലം സാറുമായി പരിചയപ്പെട്ടതിൻ്റെ അടിസ്ഥാനം ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ എനിക്ക് സാറിൻ്റെ കളരിയിൽ സോപാനത്തിലൊന്ന് പങ്കെടുത്ത് പരിശീലനം വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ധാരണ അദ്ദേഹം കാവാലത്താണ് താമസിക്കുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ നേരെ ബോട്ട് കയറി, ബോട്ടുമായിട്ട് എനിക്ക് കുറച്ച് ബന്ധമുള്ളതുകൊണ്ട് ഞാൻ നേരെ ബോട്ട് കയറി കാവാലത്തിറങ്ങിയ സാറിന്റെ വീട് കണ്ടുപിടിച്ച് അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹം അവിടെയല്ല താമസം. അദ്ദേഹം തിരുവനന്തപുരത്ത് പൂജപ്പുര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം താമസം. നേരെ ഞാൻ പണം സമ്പാദിച്ച്, വണ്ടിക്കൂലി സമ്പാദിച്ച് നേരെ തിരുവനന്തപുരത്ത് ചെന്ന് പൂജപ്പുരയിൽ ചെന്ന് സാറിനെ കണ്ട്, സാറിന് ഭയങ്കര സന്തോഷമായി, വന്നല്ലോ ഭാർഗവൻ വന്നല്ലോ, ഇരിക്കും. അങ്ങനെ സാറിൻ്റെ കൂടെ വർഷങ്ങളോളം കയറി നാട്യധർമ്മിയായ, ഈ ധർമ്മികൾ 2 തരത്തിലാണ്, ലോകധർമ്മിയും നാട്യധർമ്മിയായ 2 തരം അഭിനയ രീതികളാണുള്ളത്. നാട്യധർമ്മി എന്ന് പറഞ്ഞാൽ നാട്യത്തിന് പ്രാധാന്യമുള്ള അഭിനയ രീതിയാണ് സാറിൻ്റെ നാടകങ്ങളിലെല്ലാം. ലോകധർമ്മി നമ്മൾ യഥാർത്ഥ റിയലിസ്റ്റിക് ആയിട്ടുള്ള നാടകങ്ങൾ. സാറിൻ്റെ രീതി അങ്ങനെയല്ല, നാട്യധർമ്മിയാണ്. അതിന് വർഷങ്ങളോളമുള്ള ശാസ്ത്രീയമായ അഭിനയത്തിന്റെ ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം എന്നീ ചതുർവിധ അഭിനയ രീതികൾ, അംഗങ്ങൾ, തല, കൈ, കാല്, മാറിടം, പാർശ്വ, അരക്കെട്ട് എന്നീ അംഗങ്ങൾ, കണ്ണ്, മൂക്ക്, ചുണ്ട്, പുരികം, കവിൾ, താടി എന്നീ ഉപാംഗങ്ങൾ, ഇവയുടെയൊക്കെ പരിശീലനം, അതുപോലെ തന്നെ ഭാവം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നടീനടന്മാർ അറിഞ്ഞിരിക്കേണ്ടതാണ് ഭാവം. നവഭാവങ്ങൾ, രതി, ഹാസം, ശോകം, ക്രോധം, ഉത്സാഹം, ഭയം, യുഗുപ്സ, വിസ്മയം, നിർവേദം എന്നീ 9 ഭാവങ്ങൾ, അതിൻ്റെ അനേകം വകഭേദങ്ങൾ, അതിൽ നിന്നും ജന്യമാകുന്ന രസങ്ങൾ, അതായത് ശൃംഗാരം, ഹാസ്യം, കരുണം, രൗദ്രം, വീരം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം എന്നിങ്ങനെ 9 രസങ്ങൾ. ഇതിൽ നിന്നും കിട്ടുന്ന ആ ഭാവതലം
പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോൾ പ്രേക്ഷകർക്കുണ്ടാകുന്ന രസാനുഭൂതി രസമായി പരിണമിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാവാലം കളരിയിൽ നിന്ന്, സോപാനത്തിലെ കാവാലം കളരിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വായിക്കുന്ന പുസ്തകങ്ങളുടെയൊക്കെ കുറിപ്പുകൾ ഇങ്ങനെ ഏത് ചെറിയ പുസ്തകം വായിച്ചാലും വലിയ പുസ്തകം വായിച്ചാലും എഴുതി വെക്കുക എന്നൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഭാസ്കരൻപിള്ള സാറിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചുകൊണ്ട് ഇപ്പോഴും അത് തന്നെയാണ്. എങ്ങനെ ചെറിയ പുസ്തകം വായിച്ചാലും എഴുതി വെക്കുക എന്നൊരു രീതി. ഞാനത് കുറെ ആദ്യം ഒരു 10-25 പേജ്, അന്ന് ഞാൻ മലയാളം ഈ ഇന്ന് കമ്പ്യൂട്ടർ വന്നിട്ടുള്ള കാലമല്ല, ആ കാലത്ത് ടൈപ്പ് റൈറ്റിംഗ്, മലയാളം ടൈപ്പിങ്ങും ഷോർട്ട് ഹാൻഡും ഒക്കെ പഠിച്ചിരുന്നതുകൊണ്ട് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ എഴുതി വെച്ച കുറേ കാര്യങ്ങളൊക്കെ ടൈപ്പ് റൈറ്റിംഗ്, മലയാളം ടൈപ്പ് റൈറ്റിങ്ങിൽ തന്നെ ടൈപ്പ് ചെയ്ത് സാറിനെ കൊണ്ട് കാണിക്കുമായിരുന്നു. സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്നു, കാണിക്കുന്നു, സാർ അത് നോക്കുന്നു, തിരുത്തുന്നു. ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ഭാർഗവൻ, ഇങ്ങനെ എഴുതിക്കൂട്ടി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഇത് അടുത്ത തലമുറയ്ക്ക് പോകണമെങ്കിൽ ഒരു പുസ്തകമാക്കണം, ഒരു ചെറിയ പുസ്തകമെങ്കിലും ആക്കണം. അങ്ങനെയാണ് 1988 ഞാൻ ആദ്യമായിട്ട്, അന്ന് നാടകവിജ്ഞാനകോശത്തിന് ആസ്പദമായ ഒരുപാട് വിവരങ്ങൾ, ലോക നാടകത്തെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് എന്തിനു ഉപയോഗിക്കാമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോഴാണ് ഭാസ്കരൻ സാറ്, കാവാലം നാരായണൻ സാറ് പറഞ്ഞു, ഭാർഗവൻ, ഇത് എന്തെങ്കിലും ഒരു ചെറിയ പുസ്തകമെങ്കിലും ആക്കുക, അതിൻ്റെ ഒരു കുറിപ്പ് എടുത്തുകൊണ്ട് വരിക. ഞാനത് നാടക സാഹിത്യം ഒരു തിരനോട്ടം എന്ന് പറഞ്ഞാൽ ഒറ്റ ചോദ്യം, ഒറ്റ വാക്കുകൾ. ഭാരതത്തിലെ പ്രഥമ നാടകകൃത്ത് മഹാകവി ഭാസൻ. മഹാകവി ഭാസൻ രചിച്ച പ്രധാന നാടകങ്ങളുടെ പേരുകൾ, ഇത് മാത്രം, അതിൻ്റെ ഉള്ളടക്കങ്ങൾ, ഇതെല്ലാം ബൃഹത്തായി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത്രയും വലിയ പുസ്തകങ്ങൾ അന്ന് ഇറക്കുക ബുദ്ധിമുട്ടായിരുന്നു. ചെറിയ പുസ്തകം ഒരു 10-45 പേജിൽ അന്ന് അച്ച് പെറുക്കി വെച്ചുള്ള, ഇന്നത്തെ പോലെ DTP ഓഫ്സെറ്റ് പ്രസ്സുകളൊന്നും ആ കാലത്ത് വന്നിട്ടില്ല. ഐക്യഭാരത വായനശാലയ്ക്ക് അടുത്തുള്ള ഒരു ചെറിയ ഒരു ഒറ്റമുറി പ്രസ്സിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു പ്രസ് നടത്തിയിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്കൊരു ചെറിയ പുസ്തകം എന്താ കൊണ്ടുവരൂ. ഞാൻ പറഞ്ഞു, എൻ്റെ പണമില്ലാതെ ഉള്ളതുപോലെ ഓരോ പേപ്പർ മേടിച്ച് തന്നാൽ മതി, ഓരോ 2-3 പേജ് ഞാനത് ചെയ്ത് നമുക്ക് കുറെ ഒരു 1-2 മാസം കൊണ്ട് ചെയ്യാം. അങ്ങനെ ഒരു കയർ പേപ്പറിനുള്ള പൈസ PA ജോർജിന്റെ കടയിൽ ചെന്ന് ഒരു കയർ പേപ്പർ മേടിക്കും, അതുകൊണ്ട് കൊടുക്കും, അതിനുള്ള ബാറ്റ് കൊടുക്കും. അത് അദ്ദേഹം അടിക്കാറുള്ള, അന്നൊക്കെ 4-5 രൂപയൊക്കെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആണ് ആ സാഹചര്യത്തിൽ. പിന്നെ അന്നത്തെ സാഹചര്യത്തിൽ ഏതായാലും അത് പൂർണ്ണമാക്കി 1000 കോപ്പി സാറിനെ കാണിച്ച്, സാർ അതിനൊരു അവതാരികയൊക്കെ എഴുതി തന്ന് ഒരു 1000 കോപ്പി അടിച്ച് ഞാനത് പബ്ലിഷ് ചെയ്ത്. ഇത് എങ്ങനെ വിൽക്കുമെന്നറിയില്ല. അന്നൊരു പഴയ സൈക്കിൾ ഉണ്ടായിരുന്നു. സൈക്കിളിന്റെ പുറത്തൊരു 10 കോപ്പി എടുത്ത് വെച്ചിട്ട് നേരെ ഇറങ്ങി. ആദ്യം കണ്ടൊരു വീട്ടിൽ ദാനപ്പൻ വ്യാസപുരം, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട, എനിക്ക് പ്രോത്സാഹനം തന്നുകൊണ്ടിരുന്ന ഒരു സാറാണ്. അദ്ദേഹത്തെ കാണിച്ചു, സാർ ഞാൻ ആദ്യമായി എഴുതിയ ഒരു പുസ്തകമാണ്, സാറൊരു കോപ്പി എടുക്കുക. ഓ, നന്നായിരിക്കുന്നു, എന്താ വില? 7000 രൂപ. അദ്ദേഹം അകത്ത് പോയിട്ട് 10 രൂപ എടുത്ത് ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, സാറേ ബാക്കി പൈസ തരാൻ ഇല്ലല്ലോ, ഇരുന്നോട്ടെ, അത് അനുഗ്രഹമാണ്. അങ്ങനെ അടുത്ത പരിചയമുള്ള രമണ സാറിന്റെ വീട്ടിൽ ചെന്നു, ലക്ഷ്മണന്റെ വീട്ടിൽ ചെന്നു, ഇങ്ങനെ എല്ലാവരും 10 രൂപ വീതം തന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഒരു പുസ്തകം വിറ്റഴിക്കുക, എങ്ങനെയാണ് വിറ്റഴിക്കുക. കാവാല സാറിന് വളരെ സന്തോഷമായി. അത് 5-6 മാസം, 4-5 മാസം എടുത്ത് ഞാൻ ആ കംപ്ലീറ്റ് കോപ്പിയും വിറ്റഴിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ഇനി ഭാർഗവൻ വെച്ചടി കയറ്റമായിരിക്കും, ഒരു തർക്കവും. അപ്പൊ നിരന്തരം സാറുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തുകൊണ്ട് സാറിന് കാര്യങ്ങളൊക്കെ അറിയാം. എല്ലാം അടുത്ത് രംഗവേദി എന്ന് പറയുന്നൊരു പുസ്തകം, ലോക നാടകത്തിന്റെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ട്, അതിനും കാവാലം നാരായണൻ സാറ് ആണ് അവതാരിക എഴുതി തന്നത്. അവതാരിക എഴുതിയ ഒരു വലിയ മഹാചരിത്രമാണ്. ഞാൻ ചെല്ലുമ്പോഴൊക്കെ സാറിന് എപ്പോഴും തിരക്ക്. മാസങ്ങൾ കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു, ഭാർഗവൻ, നമുക്ക് ആലപ്പുഴ ഇരുന്ന് അവതാരിക ഇവിടെ ഇരുന്ന് നടക്കുക. ഒരു ദിവസം അദ്ദേഹം സ്വന്തമായി തിരുവനന്തപുരം, അന്ന് അദ്ദേഹം തൃക്കണ്ണാപുരത്തേക്ക് മാറി, പൂജപ്പുരയിൽ നിന്ന് തൃക്കണ്ണാപുരത്തേക്ക് താമസം മാറി, അവിടെ നിന്ന് കാറ് സ്വന്തമായിട്ട് ഓടിച്ച് ആലപ്പുഴ വന്ന് എന്നെ വിളിച്ച് ആ കലവൂരുള്ള ഒരു ലോഡ്ജിൽ പോയി 3-4 ദിവസത്തേക്ക് മുറിയെടുത്ത് ഓരോ വരികൾ പോലും വായിച്ച് കറക്റ്റ് ചെയ്ത്, വരികൾ വായിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാഭാരതത്തിലെ ഒരു വാക്കോ
വാക്യമുണ്ടെങ്കിൽ മഹാഭാരതവും രാമായണത്തിലൊരു വാക്യമുണ്ടെങ്കിൽ രാമായണം, ഇലിയഡ്, ഒഡീസി മുഴുവൻ നമുക്ക് തറവാക്കി തരുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തി സമഗ്രമായ ഒരു അവതാരികയെ കുറിച്ചാണ്. അപ്പൊ 2 പുസ്തകങ്ങൾ ഇറക്കുവാനുള്ള ഒരു ഭാഗ്യം വന്നപ്പോഴാണ്. അങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും സാർ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുസ്തകങ്ങൾ ഇപ്പം വിറ്റഴിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ ഭാർഗവൻ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും വീണ്ടും വീണ്ടും ഇറക്കുക. എങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയൊരു പുസ്തകം ഇറക്കണമെന്ന്. അത് 2006, അതിനു മുമ്പ് കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ ഇറങ്ങിയെങ്കിലും 2006 ആയപ്പോഴേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സഹായിയായിരുന്ന വയലാർ ഗോപാലകൃഷ്ണൻ സാറ്, എൻ്റെ വളരെ അടുത്ത സഹായിയാണ്. ഇപ്പോഴും അന്നും എന്നെ എല്ലാ തരത്തിലും സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഭാർഗവൻ, അദ്ദേഹത്തിന് ഞാൻ ഈ മാത്രമൊക്കെ കാണിക്കുമായിരുന്നു, നമുക്കിത് ഇറക്കണം. ഞാൻ പറഞ്ഞു, സാറേ ഇത് വലിയ പുസ്തകമാണ്, 10,000 ചില്ലാനും വലിയ പേജുകളുണ്ട്, 1000 കോപ്പി അടിക്കാൻ. ഞാനവിടെ കാർത്യായനി പ്രസ് ഓഫ്സെറ്റായി ചോദിച്ചപ്പോൾ 4.5 ലക്ഷം രൂപ വേണമെന്ന് അവർ പറഞ്ഞു. 4.5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല, 4 അല്ല 5 ആയാലും നമുക്കത്, ഞാൻ കാശ് റെഡിയാക്കി. ഞാൻ പറഞ്ഞു, സാറേ ഇത് എങ്ങനെയാണ് ഈ 4 ലക്ഷം രൂപ നമ്മളുണ്ടാക്കി? ഒരു 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 ഇൻവിറ്റേഷൻ കാർഡ് പോലെ, ഒരു പ്രീ പബ്ലിക്കേഷന്റെ ഒരു കാർഡ്, പുസ്തകത്തിന്റെ പേരും ഒക്കെ വെച്ചിട്ട് 1,500 രൂപ വിലയുള്ള പുസ്തകം ഞാൻ ഇങ്ങനെ ഇറക്കുന്നു, 3 മാസത്തിനൊക്കെ ഇറക്കുന്നു, 750 രൂപ പ്രീ പബ്ലിക്കേഷൻ ചാർജ് തന്ന് ആ സമയത്ത് ഞങ്ങൾ പുസ്തകം എത്തിച്ചേരുമെന്നൊക്കെ പറഞ്ഞൊരു കാർഡ് അടുപ്പിച്ച്, 1000 കോപ്പി അടുപ്പിച്ച് കാർഡുമായിട്ട് വയലാർ സാറുമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വയലാർ ഭാഗത്തുള്ള 300 വീടുകളിൽ അദ്ദേഹം എന്നെ കൊണ്ടുപോയി കയറ്റി. ആ പോയ വീടുകളിൽ നിന്നെല്ലാം പ്രീ പബ്ലിക്കേഷൻ വ്യവസ്ഥയിൽ 750 രൂപ 750 രൂപ അദ്ദേഹത്തിന്റെ സ്വാധീനമാണത്. അവിടെ മാത്രമല്ല, അമ്പലപ്പുഴ, അദ്ദേഹത്തിന് പരിചയമുള്ള എല്ലാ സ്ഥലങ്ങളും. പിന്നെ അതിന്റെ സഹായിയായിട്ട് ജെക്കൂസിമ സാറ്, ഫിലിപ്പോസ് സത്തമ്പള്ളി, ബി ജോസുകുട്ടി, അങ്ങനെ ഒരുപാട് പേര്, രാജു പള്ളിപ്പറമ്പിൽ തുടങ്ങിയ ഒരുപാട് പേരെന്നെ ആ പുസ്തകം ഇറക്കാൻ വേണ്ടി സഹായിച്ചു. അങ്ങനെ ഏതാണ്ട് 4.5 ലക്ഷം രൂപ സംഘടിപ്പിച്ച് കാർത്യായനി പ്രസ്സിൽ അപ്പം DTP എടുക്കാൻ കൊണ്ടുവന്നപ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. ഇത്രയും വലിയ 10,000 പേജ് DTP പുസ്തകമാകണമെങ്കിൽ 5,000 ചില്ലാനും കയ്യെഴുത്ത് കോപ്പിയാണ്. ഇത് DTP എടുക്കാൻ പല സ്ഥലത്തും കൊണ്ടുവന്നിട്ട് ഒരു രക്ഷയും. അവര് പറഞ്ഞ ഉടനെ ഒന്നും കിട്ടത്തില്ല, ഞങ്ങൾ 3 മാസത്തിനുള്ളിൽ പുസ്തകം ഇറക്കിക്കൊള്ളാമെന്നുള്ള എഗ്രിമെന്റ് കൊടുത്ത് കാശ് മേടിച്ചു പോയി. ഞാൻ ആകെ ഇണ്ടത്തിലായി. ആ കാലഘട്ടത്തിൽ കോട്ടയത്ത് ഇറങ്ങുന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ വിശ്വനാടക കഥകൾ എന്ന് പറഞ്ഞ ഒരു പങ്ക്തി, ഓരോ പേജ് ലോക നാടകത്തിൽ നേരത്തെ വായിച്ച സാധനങ്ങൾ തന്നെ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ ആഴ്ച തോറും പബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. വിശ്വനാടകങ്ങൾ, ഭാസന്റെ കർണഭാരത്തെക്കുറിച്ച് ഒരു ലക്കം, അടുത്ത ആഴ്ച മറ്റൊരു നാടകം, ഇങ്ങനെ കുറെ എഴുതി വന്നപ്പോൾ തൃശ്ശൂർ എച്ചാൻസിയിൽ നിന്ന് എൻ്റെ നമ്പർ കണ്ടുപിടിച്ചിട്ട് വിളിച്ച്, എച്ചാൻസി എന്ന് വിളിക്കുകയാണ്, താങ്കൾ ഇന്ന പ്രസിദ്ധീകരണത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന വിശ്വനാടക കഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ അതിൻ്റെ ഒരു 100 കഥകളുമായിട്ട് ഉടനെ ചേർത്തലയിലുള്ള ഇവിടുത്തെ സ്റ്റാഫാണ് ചന്ദ്രമോഹൻ, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളത് പബ്ലിഷ് ചെയ്യാം, അതിൻ്റെ ക്യാഷ് റെഡി ആയിട്ട് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന്, അന്ന് DTP ഒന്നും ആയിട്ടില്ലല്ലോ, കൈകൊണ്ട് എഴുതി ഒരു 10 മണിക്ക് ഒരു റീഫില്ല് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോൾ റീഫില്ല് തരും. അടുത്ത പിന്നെ റീഫില്ല് മേടിക്കാൻ പോയി എഴുതി 100 എണ്ണം ഞാൻ എഴുതി ഒപ്പിച്ച്, അതിന്റെ മാറ്റം എഴുതിയിട്ടുണ്ട്, പക്ഷെ അവിടെ കൊടുക്കാവുന്ന പരുവത്തിൽ എഴുതി കൊടുത്ത് അവിടെ ചെന്ന് അപ്പം തന്നെ അവര് 20,000 രൂപ റെഡി ക്യാഷ് തരാം, 10,000 രൂപ ചെക്കും 10,000 രൂപ റെഡി ക്യാഷുമായിട്ട് തന്നെ. അതുകൊണ്ട് ഞാൻ ഫോക്കസ് കമ്പ്യൂട്ടർ, കൊട്ടാര ആശുപത്രിയുടെ പടിഞ്ഞാറ് വശമുള്ള ഒരു ഫോക്കസ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ചെന്ന് ഞാൻ ചോദിച്ച്, അന്ന് എനിക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് പോലും അറിയില്ല, അവിടെ ചെന്ന് ചോദിച്ച് എനിക്കൊരു കമ്പ്യൂട്ടർ പുതിയതെടുക്കണം, അത് ഈ DTP ഒക്കെ എടുക്കാൻ പറ്റിയ, ഏത് കമ്പ്യൂട്ടറിൽ DTP എടുക്കാമെന്ന് നമുക്ക് അതറിയില്ല. അതിലെന്താ സാർ, അതെല്ലാം സോഫ്റ്റ്വെയർ ഞങ്ങൾ പേജ് മേക്കറിൻ്റെയും അതിൻ്റെ ISM ഒക്കെ ഞങ്ങൾ ഇട്ട് തരാം, ഒരു 20-22 രൂപയാകും സാറിന്, ഒരു ഇച്ചിരി കുറച്ച് 20 രൂപയ്ക്ക്. അപ്പൊ എച്ചാൻസിന്ന് കിട്ടിയ പൈസ നേരെ അവിടെ കൊണ്ട് കൊടുത്ത് കമ്പ്യൂട്ടർ എടുത്ത് ഇവിടെ കൊണ്ട് വെച്ച്. അപ്പൊ അത് സ്റ്റഡി സെന്റർ എപ്പോഴും തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ. നമ്മളൊരു പബ്ലിസിറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടർ യൂണിറ്റ്, മേൽ ഡിപ്ലോമാറ്റിക് സ്റ്റഡി സെന്റർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കമ്പ്യൂട്ടർ യൂണിറ്റ് ഉദ്ഘാടനം എന്ന് പറഞ്ഞ് പത്രത്തിലൊക്കെ പരസ്യം കൊടുത്ത് ആളെയൊക്കെ കൂട്ടി ശിവൻ സാറ്, വയലാർ ഗോപാലകൃഷ്ണൻ സാറ്,
നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇപ്പം ഞാൻ ഇരിക്കുന്ന മുറി വന്നിരിക്കുകയാണ്. പക്ഷെ ഈ കമ്പ്യൂട്ടറിന് ഓൺ ചെയ്യാൻ അറിയില്ല. എങ്ങനെ ഓൺ ചെയ്യണമെന്ന് നമുക്കറിയില്ല. ആകെ വിഷമമായി. ആതിരപ്പള്ളിയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഒരു കമ്പ്യൂട്ടർ സെൻ്ററാണ്. ഞാൻ പുള്ളിയെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സഹായം ചെയ്തു തരണം, ഇവിടെ വന്ന് ഓൺ ചെയ്ത് തരണം. അദ്ദേഹം ഉടനെ എൻ്റെ ആതിരപ്പള്ളി ഇത് അദ്ദേഹത്തിന് ട്യൂബിൽ ഇവിടെ വന്ന് അത് ഓൺ ചെയ്ത് വയലാർ സാർ ഉദ്ഘാടനം ചെയ്ത് ചിക്കു സാർ അധ്യക്ഷനായി വലിയ പ്രസംഗവും പരിപാടികളും ഒക്കെ കഴിഞ്ഞ്. അപ്പോഴിത് എങ്ങനെ എൻ്റെ ധാരണ ഇത് മലയാളം അറിയാവുന്ന ആരെയെങ്കിലും കൊണ്ട് DTP എടുപ്പിക്കാവുന്ന. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് ആലപ്പി എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട്. ആലപ്പിയായിട്ട് അദ്ദേഹം ഡാൻസറാണ്. ഞങ്ങൾ സൈക്കിളെ കയറി ഇങ്ങനെ പാതിരപ്പള്ളി, കലവൂര്, വണ്ടാനം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് മലയാളം DTP അറിയാവുന്നവരുണ്ടോ, ഞങ്ങൾ അവസാനം വിളിച്ചു പറഞ്ഞിട്ട് നടക്കാൻ തുടങ്ങി തമാശയ്ക്ക്. മലയാളം DTP അറിയാവുന്നവരുണ്ടോ? എല്ലാവർക്കും DTP അറിയാം, പക്ഷെ മലയാളം DTP ചെയ്യാൻ അറിയാവുന്നവരില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വെളുപ്പിനെ എനിക്ക് എൻ്റെ ബുദ്ധിയിലേക്ക് ഒരു മെസ്സേജ് വരും, ഇപ്പോഴും വരുന്നുണ്ട്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉണ്ട്, സ്വയമായിട്ട് എന്തുകൊണ്ട് പഠിച്ചുകൂടാ? അങ്ങനെ ഞാൻ സൈക്കിൾ എടുത്ത് STRൽ ചെന്നിട്ട് ചോദിച്ചു, സാറേ DTP സ്വയം പഠിക്കാനുള്ള പുസ്തകം ഉണ്ടല്ലോ, 200 രൂപ ആ പുസ്തകം ഇരിക്കുക, അതെടുത്ത് വായിച്ചത്. 200 രൂപ കൊടുത്ത് ആ പുസ്തകം മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ആദ്യം കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ പഠിച്ചു. ഓൺ ചെയ്തിട്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ AVP ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ അന്ന് ഇതായിട്ടില്ല പഠിച്ചതുകൊണ്ട് ABCD ഒക്കെ ഇംഗ്ലീഷിലൊക്കെ അടിക്കാൻ പഠിച്ചു. അതിൽ നിന്നും ഞാൻ ഓരോ അക്ഷരങ്ങൾ നെക്കിയെടുത്ത് കെയിൽ എന്ത് കിട്ടും, ബിയിൽ എന്ത് കിട്ടും എന്നൊക്കെ തന്നെത്താൻ നെക്കിയെടുത്ത് ഓരോന്ന് പഠിക്കാൻ തുടങ്ങി. പഠിച്ച് ഇതിൻ്റെ ഒരു 100-500 പേജുകൾ ഞാൻ DTP ചെയ്ത് വെച്ചു. അപ്പൊ എനിക്ക് ധൈര്യമായി DTP ചെയ്യാം. അപ്പൊ എനിക്കൊരു തർക്കം, ഇത് ശരിയാണോ എന്നറിയണമല്ലോ. ഒരു പേജ് ഞാൻ DTP എടുത്ത് അതിന്റെ പ്രിന്റൗട്ടൊക്കെ അന്ന് കിട്ടും, പ്രിന്റൗട്ട് എടുത്തിട്ടുണ്ട്. ആലപ്പുഴ മുല്ലക്കലുള്ള സുമാ ഡിജിറ്റൽസിൽ കൊണ്ട് കാണി. എൻ്റെ ഒരു ഗുരുനാഥനാണ് അദ്ദേഹം. ഇപ്പം അദ്ദേഹത്തെ കാണിച്ചപ്പോൾ അയ്യോ ഭാർഗവമാഷേ, ഇതല്ല ഇത് പേജ് മേക്കർ ഫയൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിനകത്ത് ISM ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്താലേ DTP നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. 100-500 പേജുകൾ അടിച്ചു വെച്ചിരിക്കുക. അപ്പൊ എനിക്ക് വിശ്വാസം. ഇവിടെ വന്നപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് പേജ് മേക്കറും ISM ഫോണ്ടും ഇപ്പൊ ആള് വിട്ടേക്കെന്ന് പറഞ്ഞ് അവർ വന്ന് ISM ഫോണ്ടും ഇടാം DTP. അതുപോലെ തന്നെ പേജ് മേക്കറും അതുപോലെ തന്നെ അതിന്റെ മറ്റ് അനുബന്ധ ഇതൊക്കെ ഇട്ട് തന്ന്, ഫോട്ടോഷോപ്പ്, കോറൽട്രോ എല്ലാവരും ഇട്ട് തന്ന്. പക്ഷെ ഇതൊക്കെ എങ്ങും പോയി പഠിക്കാനുള്ള അവസരമില്ല. തന്നെത്തന്നെ ഞാൻ പുസ്തകം മേടിച്ച് പഠിച്ച് രണ്ടാമത് ഇത് ചെയ്ത് 1-2 പേജ് അടിച്ചിട്ട് സുമാ ഡിജിറ്റലിലെ ഭാഷ കാണിച്ചപ്പോൾ പറഞ്ഞു ഇതിപ്പോ ഓക്കെ ആയി, ഇനി ചെയ്തു, ധൈര്യമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അന്ന് 10,000-2000 ഫോട്ടോഗ്രാഫ്സ് ഞാൻ സ്കാൻ ചെയ്ത് ലേഔട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുക. അത് മുഴുവൻ പഴയിപ്പോയി. അപ്പൊ എനിക്കൊരു ധൈര്യമായി, ഇത് ധൈര്യമായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് 2000 പേജ് അടിച്ച് ലേഔട്ട് ചെയ്ത് നേരെ CD-യിലാക്കി കാത്യായനിയിൽ കൊണ്ട് കൊടുത്ത് അവര് പ്രിന്റിങ് തുടങ്ങി. അപ്പോഴാണ് കുറച്ച് പൈസ കൊടുക്കാൻ, പേപ്പർ എടുക്കാനുള്ള പൈസ 4 ലക്ഷം രൂപ അവർ ആദ്യം പറഞ്ഞെങ്കിലും ആദ്യം തന്നെ പൈസ മൊത്തം കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ സംഘടിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം പ്രിന്റിങ് തീർന്നു കഴിഞ്ഞപ്പം കോട്ടയത്ത് കൊണ്ടുവേണം ബൈൻഡ് ചെയ്യാൻ. ഇവിടെ അത് ബൈൻഡിങ് ഇല്ല. അതിന്റെ അത്രയും വലിയ പുസ്തകങ്ങളുടെ ബൈൻഡിങ് ആലപ്പുഴ അവർ കോട്ടയത്ത് ഒരു സ്ഥലം പറഞ്ഞു. അപ്പൊ ഞാൻ രാവിലെ കാറും വിളിച്ചെന്ന് വാതിക്കൽ ചെന്ന് നിൽക്കുകയാണ്. കാർത്യായനി പ്രസിന്റെ താഴെ കാറ് വിട്ടിട്ട് മേലെ ഈ പുസ്തകം ഈ പ്രിന്റ് ചെയ്ത സാധനം എടുക്കാൻ ചെന്നിരിക്കുക. അപ്പോൾ 10,000 രൂപ അവിടെ ബാലൻസ് കൊടുക്കാനുണ്ട്. അയാളുടെ മകൻ മാത്രം അവിടെ ചെന്ന് കാർത്യായനി ചേട്ടൻ ഞാൻ വിളിക്കും. കാർത്യായനി ചേട്ടൻ്റെ മകനുണ്ട്. അതേ ഭാർഗവൻ സാറേ, അച്ഛൻ പറഞ്ഞു ബാക്കി പൈസ തന്നിട്ട് കൊടുത്താൽ മതി. ഞാൻ ആകെ വിഷമത്തിലായെന്ന് മാത്രമല്ല, കോട്ടയത്ത് കൊടുക്കാനുള്ള 2,000 രൂപ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോഴാണ് ഇതിന്റെ ഒരു കോപ്പി, കയ്യെഴുത്ത് കോപ്പി, ഞാൻ കലവൂർ ഗോപി സാറുമായിട്ട് ഞാൻ നല്ല പരിചയത്തിലായിരുന്നു. അപ്പൊ ഇത് പ്രിന്റിങ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സാറിന് ഒരു കോപ്പി അങ്ങോട്ട് കാണിച്ചു. നന്നായി, നല്ലതായി. അപ്പൊ ഇത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് സാറിന്റെ പേര് വന്ന് ഞാൻ സാറിനെ ഫോണിൽ വിളിച്ച് ഉടനെ തന്നെ സാറ് പറഞ്ഞു, ഇപ്പൊ എവിടെ നിൽക്കുകയാണ് മിസ്റ്റർ ആര്യാട് ഭാർഗവൻ? നമ്മൾ സാറേ ഇവിടെ കാർത്യായനി
ഇങ്ങോട്ടൊന്ന് വരാൻ സമയം കിട്ടുമോ? പറ്റും. എന്തിനാണെന്നറിയില്ല. ആ കാരണത്തിൽ തന്നെ കയറി ഞാൻ സാറിന്റെ വീട്ടിൽ ചെന്ന് സാർ ഒരു കവർ എടുത്തില്ല. സത്യം, ഒരു കവർ, ഇത് പറഞ്ഞ ആരും വിശ്വസിക്കരുത്, ഒരു കവർ എടുത്തിട്ട് അരിയുടെ ഭാഗ്യം 10,000 രൂപ അതിനകത്തുണ്ട്, തൽക്കാലം കാര്യങ്ങൾ നടക്കട്ടെ, ബാക്കി ഞാൻ പുറകെ കണ്ടു. അത് അദ്ദേഹം അതെന്ത് മറിമായാണെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞ ഇപ്പോഴും എൻ്റെ ശരീരം കുളിര് കോരിയാണ്. ആ പൈസ അവിടെ കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ സത്യം അല്ലെങ്കിൽ പറയാം, അവിടുത്തെ പൈസ പേപ്പർ കെട്ടുകെട്ടായിട്ട് അടുക്കി വെച്ചിരിക്കുക. താഴെ അവർ തന്നെ ചുമന്ന കാറിനകത്ത് ഡിക്കിയിൽ കയറ്റി തന്ന് നേരെ കോട്ടയത്ത് കൊണ്ടുപോയി ബൈൻഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് YMC ഹാളിൽ വെച്ചായിരുന്നു 2006 ഡിസംബർ 6-ാം തീയതി പ്രകാശനം. കാവാലം നാരായണപിള്ള സാറ് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് ആലപ്പുഴയിലെ സകല പ്രമുഖ വ്യക്തികളും പരിപാടിക്കുണ്ടായിരുന്നു. അന്നത്തെ സാംസ്കാരിക മന്ത്രിയായിരുന്ന MA ബേബി സാറിനെയാണ് ഞങ്ങൾ പ്രകാശന ചടങ്ങിന് വെച്ചിരുന്നത്. അപ്പൊ നമ്മളെപ്പോഴും 3 മണിയാണ് സമയം വെക്കുന്നത്. 3:03 ഞാനാണ് അധ്യക്ഷൻ. 3:03 പരിപാടി തുടങ്ങി. അപ്പൊ എല്ലാവരും ചോദിക്കണം, മന്ത്രി വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു നമ്മുടെ പരിപാടി 3 മണിക്കാണ് വെച്ചിരുന്നത്. 3 മണിക്ക് മന്ത്രി വരുന്നത്, മന്ത്രി എത്രപ്പോ വേണേലും വന്നോട്ടെ. പ്രിയമുള്ളവരെ, നാടക വിജ്ഞാനകോശം എന്ന് പറയുന്ന ലോക ഭാഷയിലെ ആദ്യത്തെ നാടക വിജ്ഞാനകോശം ഇവിടെ പ്രകാശന ചടങ്ങുകൾ നടക്കുകയാണ്. ആമുഖമായി കാവാലം എൻ്റെ ഗുരുനാഥനായ ഇതിന് പ്രേരണ വന്ന കാവാലം നാരായണപിള്ള സാറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കും. അദ്ദേഹം ഒരു 10-20 മിനിറ്റ് ഇതിനെക്കുറിച്ച് സാറാണല്ലോ ഇതിന്റെ കറക്ഷനൊക്കെ ചെയ്തത്. അപ്പം ഇതിന്റെ ആധികാരികമായിട്ട് അദ്ദേഹം പറഞ്ഞു ഇരുന്നപ്പോഴാണ് MA ബേബി പതിയെ കറങ്ങി വരുന്നത് 3:20 അപ്പൊ അദ്ദേഹത്തിന്റെ വൈകിൽ പറഞ്ഞു, വേവിച്ച ഇത് രാഷ്ട്രീയ പരിപാടിയല്ല, ഇത് ആര്യാട് ഭാർഗവൻ വേൾഡ് ഡ്രമാറ്റിക് സ്റ്റഡി. 3 എന്ന് പറഞ്ഞാൽ 3 3-1 എനിക്ക് ഈ ശങ്കരപിള്ള സാറിൽ നിന്ന് കിട്ടിയത് അറിവാണ്. 3-ഉം 3-1 വ്യത്യാസം ഉണ്ടെന്നുള്ളത്. അപ്പൊ അദ്ദേഹം അപ്പോഴാണ് പറയുന്നത് ശരിയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അത് എടുത്തെടുത്ത് പറഞ്ഞു. സമയനിഷ്ഠ, നമ്മൾ കൃത്യം സമയനിഷ്ഠ പാലിക്കേണ്ട അനിവാര്യത ശരിയാണ്. അത് പ്രകാശനം ചെയ്ത് അന്ന് തന്നെ നമുക്ക് പണം തന്നവർക്കെല്ലാം അവിടെ കൊടുക്കാനുള്ള പുസ്തകം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്ത് എല്ലാവരും 10-750 കോപ്പി അന്ന് വിറ്റ്, പിന്നെ അന്ന് മുമ്പ് പൈസ തരാതിരുന്നവരും ഒക്കെ പൈസ തന്ന് കടബാധ്യതകളെല്ലാം തീർത്ത് ഒരു മിച്ചവും സമ്പാദ്യം ഉണ്ടാക്കി. അതൊരു വലിയൊരു, അത് കഴിഞ്ഞ ഒരുപാട് 28 പുസ്തകങ്ങൾ ഇപ്പൊ ഇറങ്ങാൻ പറ്റി. ഇപ്പൊ പറഞ്ഞ പുസ്തകങ്ങൾ നാടക വിജ്ഞാനകോശം എന്ന് പറയുന്ന ഇതാണ്. ഡോക്ടർ വയലാവാസംപിള്ള, സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറായിട്ടുള്ള വയലാവാസംപിള്ള സാറാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ 2500 വർഷത്തെ ലോക നാടകത്തിന്റെ സമഗ്രമായ ചരിത്രമാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഇത് PhD ഡോക്ടറേറ്റ് എടുക്കുന്നവരുടെ ആധികാരിക പുസ്തകമായിട്ട് സർക്കാർ അംഗീകരിച്ചാണ്. സ്കൂൾ കോളേജ്, ഇപ്പൊ തന്നെ കോളേജിലെ പല കോളേജുകളിലെയും പല സ്കൂളുകളിലെയും PhD എടുക്കാൻ, ഡോക്ടറേറ്റ് എടുക്കാൻ, നാടക വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുക്കുന്നവർ ഒരുപാട് പേര് ഇവിടെ വന്ന് ഇതിനെക്കുറിച്ച് ആധികാരികമായി അത് പുസ്തകം വായിക്കുകയും അതിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ലോക നാടകത്തിന്റെ 2500 വർഷത്തെ ചരിത്രം എന്ന് പറയുമ്പോൾ 30 വർഷത്തെ കഠിനമായ വായനയിലൂടെ ഈ പുസ്തകങ്ങൾ മുഴുവൻ ഭാരതീയ നാടകങ്ങൾ 2500 വർഷത്തെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ ആദ്യത്തെ നാടകകൃത്തായിട്ട് വാഴ്ത്തുന്ന മഹാകവി ഭാസനെയാണ്. അദ്ദേഹം 2500 വർഷത്തിന് മുമ്പ് കേരളത്തിൽ ജീവിച്ചിരുന്നതായിട്ടാണ് ചരിത്രകാരന്മാർ അദ്ദേഹം ഗവേഷണം നടത്തി കണ്ടുപിടിച്ചത്. അതിൽ ഡോക്ടർ T ഗണപതി ശാസ്ത്രികൾ എന്ന് പറയുന്ന ഒരു സംസ്കൃത പണ്ഡിതനാണ് അത് കണ്ടെത്തുന്നത്. അദ്ദേഹം നാടക ഗവേഷണം നടത്തി കേരളം മൊത്തം സഞ്ചരിച്ച കൂട്ടത്തിൽ തെക്കൻ മണലിക്കര മഠത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ 13 നാടകങ്ങൾ കണ്ടെത്തുന്നത്. മധ്യമവ്യായോഗം, ഊരുഭംഗൻ എന്നൊക്കെ പറഞ്ഞ് 13 നാടകങ്ങൾ. അത് കാവാലം നാരായണപിള്ള സാർ അദ്ദേഹത്തിന്റെ മിക്ക നാടകങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്തും അല്ലാതെയും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മധ്യമവ്യായോഗം, മഹാഭാരതത്തിലെ കഥ ഉൾക്കൊള്ളുന്ന മധ്യമവ്യായോഗം എന്ന് പറഞ്ഞൊരു നാടകം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടാണ്. മഹാഭാരതത്തിലെ ഭീമനും ഘടോൽക്കജനും തമ്മിൽ കണ്ടുമുട്ടുന്ന സന്ദർഭം 10-12 പേജേ ഉള്ളൂ. പക്ഷെ നമ്മൾ 2 മണിക്കൂറായിട്ടാണ് ആ നാടകം അവതരിപ്പിക്കുന്നത്. 10-12 പേജുള്ള നാടകം എങ്ങനെ 2 മണിക്കൂറായിട്ട് അവതരിപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് ഒരു ഉദാഹരണം പറയാം. അവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന തൻ്റെ മകനാണ് എന്ന് പല ഉപമകളിലൂടെ ഭീമസേനൻ മനസ്സിലാക്കുന്നു. എങ്കിൽ ഇവനെ ഒന്ന് പരീക്ഷിച്ചിട്ട് തന്നെ. ഘടോൽക്കജൻ അച്ഛനെ തിരിച്ചറിയുന്നില്ല, ഭീമൻ ഘടോൽക്കജനെ തിരിച്ചറിയുന്നു. കാട്ടിലാണല്ലോ വാസം. അപ്പൊ അങ്ങനെയാണെങ്കിൽ
നിന്റെ ആ കരുത്തെനിക്കൊന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുന്ന ഒരു വലിയ വൃക്ഷം, വാടവൃക്ഷം പിഴുതെടുത്ത്, അപ്പൊ പിഴുതെടുക്കുന്നതൊക്കെ ഒരു 5-10 മിനിറ്റ് കൊണ്ടാണ്. ഈ വലിയ വടവൃക്ഷം അവിടെ ഇല്ല, വടവൃക്ഷം ഉണ്ടെന്ന് കാണിച്ചിട്ട് അതിനെ പിഴുതെടുക്കുന്നതായിട്ട് കാണിച്ച് അത് പറിച്ചെടുത്ത് ഓടയിൽ വെച്ച് ഭീമനെ അടിക്കുന്നതായിട്ട് ഒരു 5-10 മിനിറ്റ് അതുണ്ട്. ഭീമൻ അത് വളരെ നിസ്സാരമായിട്ട് മേടിച്ചിട്ട് കയ്യിലിട്ട് കറക്കി കറക്കി ഇവന്റെ നേരെ ഓങ്ങുന്നതായിട്ട് രംഗമാണ്. അപ്പൊ പേടിച്ച് പറിച്ചു അരുതേ എന്ന് പറയുമ്പോൾ ദൂരേട്ട് തട്ടിക്കളയും. അങ്ങനെയാണ്. ഇതുകൊണ്ടും രക്ഷയില്ലെങ്കിൽ ഈ വലിയ പാറക്കല്ലെടുത്ത് ഇവനെ നിഗ്രഹിക്കാമെന്ന് പറഞ്ഞ് വലിയൊരു പാറക്കല്ലായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അതിനെ ഉരുട്ടിയെടുത്തെടുത്തെടുത്തെടുത്ത് കുറെ ടൈം എടുക്കും. ഉരുട്ടിയെടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് ഭീമന്റെ നേരെ ഇങ്ങനെ ഓങ്ങുമ്പോൾ ഭീമൻ എറിയും. ഭീമന് വളരെ നിസ്സാരമായിട്ട് പന്ത് തട്ടുന്ന പോലെ തട്ടി 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 ഇവന്റെ നേരെ ഓങ്ങും. പേടിച്ച് നിൽക്കുമ്പോ തട്ടി. ഇങ്ങനെ ആ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. ഈ നാടകം ഞങ്ങളിവിടെ എൻ്റെ ഇവിടുത്തെ സ്റ്റഡി സെന്ററിലെ സ്റ്റുഡൻസിനെ കൊണ്ടാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ കലാകാരന്മാരെ ക്ഷണിച്ചുകൊണ്ടൊരു പത്രപരസ്യം കാണുന്നത്. കലാകാരന്മാർ 12 അംഗ ടീമിന് ഒരു നാടകം അവതരിപ്പിക്കണം. നാടകം ഏതുവാകാം, പക്ഷെ 5 മിനിറ്റ്, അതിൻ്റെ ഉള്ളിൽ 5 മിനിറ്റ് മദ്യം, മയക്കുമരുന്ന്, കൊറോണ, അന്നുള്ള കൊറോണ അതുപോലുള്ള ഇതിനൊക്കെയുള്ള ഒരു 5 മിനിറ്റ് സാധനം ഇടയ്ക്ക് കയറ്റണം. ഇതിനിടയ്ക്ക്, നാടകത്തിന്റെ ഇടയ്ക്ക്. അതിനാണ് പണം തരുന്നത്. നിങ്ങൾക്ക് നാടകം ഏതുമാകാം. അപ്പം ഞങ്ങൾ മധ്യവിഭാഗം ഒരു 2-3 മാസം റിഹേഴ്സൽ എടുത്ത് 2 പെണ്ണുങ്ങൾ ഓർക്കസ്ട്ര വായിക്കാൻ ഉള്ള ഒരു കീബോർഡ്, തബല, കടം കേട്ട് വായ്പാട്ട് പാടാനും പറയാനും ഒക്കെയുള്ള പഠിപ്പിച്ചെടുത്ത് ഞങ്ങൾ എറണാകുളത്തായിരുന്നു എൻ്റെ ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് പാസ്സാകുന്നവരെ മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് പ്രവേശനം കിട്ടി. ഇന്ത്യ ഒട്ടാകെ